ഇപ്പോൾ പുറത്തുവിട്ടേക്കുന്ന പ്രൊമോയിലെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിലയും നൂറയും തമ്മിൽ ഉണ്ടാകാൻ ചാൻസുള്ള വാദപ്രതിവാദങ്ങളാണ്. അത് തന്നെയായിരിക്കും ഈ ഒരു ഡിബേറ്റിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസ് ഹൗസിൽ വമ്പൻ വാദപ്രതിവാദങ്ങൾ നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നേക്കുന്ന പ്രൊമോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ടാസ്കുകൾ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് തന്നെയാണ് ഇവിടെയും ചർച്ചാ വിഷയമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അക്ബർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് തരുന്ന ടാസ്ക് ആ നോട്ടിലുള്ള എങ്ങനെയാണോ അതേപടി ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പ്രൊമോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒനയിലാണ് ഈ ഡിബേറ്റ് ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയത്ത് തന്നെ ഷാനവാസ് പറയുന്നു, ആ പറയുന്ന അഭിപ്രായത്തോട് എനിക്കൊരു വിയോജിപ്പുണ്ടെന്ന രീതിയിൽ ഷാനവാസ് പറയുന്നു. അങ്ങനെ ഡിഫറെൻറ്റ് വാദപ്രതിവാദങ്ങളായിട്ട് പോകുന്ന സമയത്ത് ആര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തരുന്ന ടാസ്കുകൾ ബിഗ് ബോസിൻ്റെ കൂടെ കളിക്കാനാണ്, അല്ലാണ്ട് ബിഗ് ബോസിന് എതിരെ കളിക്കാനല്ല എന്ന് പറയുമ്പോഴത്തേന് കൂടെയുള്ള ടീമംഗങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള കയ്യടി ആര്യൻ നേടിയെടുക്കുന്നത്. ബിന്നിയുടെ അഭിപ്രായത്തിൽ നമുക്ക് തരുന്ന ടാസ്കിൽ ലൂപ്പ് ഹോളൊക്കെ കണ്ടുപിടിച്ച് കളിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആര്യനും നെവിനും കൂടെ അതിനെ ശക്തമായിട്ട് ഒരു കൗണ്ടറോട് കൂടി എതിർക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. അതായത് നെവിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് ഹോൾ കണ്ടെത്താനുള്ള ബുദ്ധി പോലും ഇല്ലാത്തവർക്കാണ് ആ ടാസ്കിൻ്റെ ലിസ്റ്റ് കൈ കിട്ടുന്നുള്ള രീതിയിലൊരു പ്രസ്താവന നെവിൻ അവിടെ പറയുന്നു. ആ പ്രസ്താവനയ്ക്ക് നെവിൻ്റെ കൂട്ടത്തിലുള്ള ടീം അംഗങ്ങൾ നല്ല രീതിയിൽ തന്നെ അവിടെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പം അതെന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നേരിട്ട് കണ്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. കാരണം ആര്യനൊക്കെ കൈയടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു വലിയ സംഭവം നടന്ന പോലെയാണ് ആര്യൻ്റെ കൈയടിയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇന്നത്തെ പ്രൊമോയിൽ എനിക്ക് മെയിനായിട്ട് കണ്ടതിൽ വെച്ച് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദിലെ നൂറയായിട്ട് ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെടാനുള്ള എല്ലാ ചാൻസും കാണുന്നു എന്നുള്ളതാണ്. അതായത് ആദില പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയൊരു ടാസ്കിൽ ഇവർ ലൂപ്പ് ഹോളൊക്കെ നോക്കാതെ കളിച്ച് പൊട്ടിയ ചരിത്രം ഉണ്ട് എന്നാണ് നൂറയെ കൂട്ടി പറയുന്നത്. പക്ഷേ അതിന് നൂറ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആ ടാസ്ക് ലിസ്റ്റ് മര്യാദയ്ക്ക് വായിച്ചു നോക്കാത്തത് കൊണ്ടാണ് നമ്മളവിടെ പരാജയപ്പെടാനുണ്ടായ സാഹചര്യം എന്നാണ്. അപ്പം ആ ഒരു പ്രസ്താവനയോട് അതിൽ വളരെ ശക്തമായ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യുന്നതോടുകൂടി പ്രൊമോ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും എന്താണ് നടന്നതെന്ന് അറിയാനായിട്ട് നമുക്ക് ഫുൾ എപ്പിസോഡ് കാണേണ്ടിയിരിക്കുന്നു.